പാർട്ടി അതിനകത്ത് ക്ലിയറായിട്ടുള്ള നിലപാട് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ ക്ലിയറായിട്ടുള്ള നിലപാടിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ആ ക്ലാരിറ്റി കൃത്യമായിട്ട് അത് പറയേണ്ടത് സ്ഥാനാർത്ഥികൾ ഞാനല്ല. ക്ലിയറായിട്ടുള്ള നിലപാട് അത് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ആ ക്ലിയറായിട്ടുള്ള നിലപാട് കൊണ്ട് തന്നെ മുന്നോട്ട്. അല്ല, രാഹുൽ പറയുന്നത് രാഹുലിന് വ്യക്തിപരമായി അടുപ്പമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ് അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ശബരിനാഥുമായിട്ട് നല്ല അടുപ്പമുള്ള കക്ഷിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പുള്ളി പറയാണ്, ശബരി ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് സമ്മതം. പാലക്കാട് നിൽക്കുകയല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ശബരിനാഥനല്ല കോൺഗ്രസ്, ഒരു രാഹുൽ മാങ്കൂട്ടത്തിലല്ല കോൺഗ്രസ്, ഇവിടെ നിന്ന് പോയ ശ്രീ OJ ജനീഷ് അല്ല കോൺഗ്രസ്, ശ്രീ KC വേണുഗോപാൽ മാത്രമല്ല കോൺഗ്രസ്, ശ്രീ VD സതീശൻ മാത്രമല്ല കോൺഗ്രസ്, ശ്രീ രമേശ് ചെന്നിത്തല മാത്രമല്ല കോൺഗ്രസ്. അതിനോടൊപ്പം മുരളിച്ചേട്ടൻ കോൺഗ്രസ്സാണ്, ശിവൻ ചേട്ടൻ കോൺഗ്രസ്സാണ്. ഇവരെല്ലാവരും കോൺഗ്രസ്സുകാരാണ്. ഞാൻ കാണുന്ന കോൺഗ്രസ് ഇവരെല്ലാവരുമാണ്. അല്ലേ ചേട്ടാ? അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെക്കുറിച്ച് ഇത്രയും ക്ലാരിറ്റിയോടെയാണ് നമ്മുടെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ക്ലാരിറ്റിയോടെ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ചർച്ച ചെയ്യാവേണ്ട വേറെ പല വിഷയങ്ങളുമുണ്ട്. അത് മറക്കാൻ വേണ്ടിയാണ് ഈ വിഷയം കൊണ്ടുവന്നത്. ജനങ്ങൾക്ക് കാര്യമെല്ലാം അറിയാം. ഇന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ കൊടുത്തൊരു വാർത്തയാണ്. ബാർക്ക് റേറ്റിംഗ് പണ്ട് ഡൽഹിയിലാണ് കേട്ടിട്ടുള്ളത്. പണ്ട് റിപ്പബ്ലിക് ചാനലാണ് ബാർക്ക് റേറ്റിംഗ് പൈസ കൊടുത്ത് വാങ്ങിച്ച അവസാനം ആ ഏജൻസിയെ മാറ്റേണ്ടി വന്നത്. അത്രയും പറയുന്നു. അല്ല, രാഹുൽ ഇപ്പോഴും പാലക്കാട് ഇറങ്ങി വോട്ട് ഇടുന്നു, വീട് കയറുന്നു, ആളുകളിലേക്ക് എത്തുന്നു, പ്രചാരണ വേദികളിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ കൺസേൺ എടുക്കുന്ന കോൺഗ്രസിന് അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വെല്ലുവിളിയാകുന്നുണ്ട്? പാർട്ടി അതിനകത്ത് ക്ലിയറായിട്ടുള്ള നിലപാട് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ ക്ലിയറായിട്ടുള്ള നിലപാടിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ആ ക്ലാരിറ്റി കൃത്യമായിട്ട് അത് പറയേണ്ടത് സ്ഥാനാർത്ഥികൾ ഞാനല്ല. ക്ലിയറായിട്ടുള്ള നിലപാട് അത് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ആ ക്ലിയറായിട്ടുള്ള നിലപാട് കൊണ്ട് തന്നെ മുന്നോട്ട്. അല്ല, രാഹുൽ പറയുന്നത് രാഹുലിന് വ്യക്തിപരമായി അടുപ്പമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ് അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ശബരിനാഥുമായിട്ട് നല്ല അടുപ്പമുള്ള കക്ഷിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പുള്ളി പറയാണ്, ശബരി ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് സമ്മതം. പാലക്കാട് നിൽക്കുകയല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ശബരിനാഥനല്ല കോൺഗ്രസ്, ഒരു രാഹുൽ മാങ്കൂട്ടത്തിലല്ല കോൺഗ്രസ്, ഇവിടെ നിന്ന് പോയ ശ്രീ OJ ജനീഷ് അല്ല കോൺഗ്രസ്, ശ്രീ KC വേണുഗോപാൽ മാത്രമല്ല കോൺഗ്രസ്, ശ്രീ VD സതീശൻ മാത്രമല്ല കോൺഗ്രസ്, ശ്രീ രമേശ് ചെന്നിത്തല മാത്രമല്ല കോൺഗ്രസ്. അതിനോടൊപ്പം മുരളിച്ചേട്ടൻ കോൺഗ്രസ്സാണ്, ശിവൻ ചേട്ടൻ കോൺഗ്രസ്സാണ്. ഇവരെല്ലാവരും കോൺഗ്രസ്സുകാരാണ്. ഞാൻ കാണുന്ന കോൺഗ്രസ് ഇവരെല്ലാവരുമാണ്. അല്ലേ ചേട്ടാ? അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞല്ലോ. സാധാരണ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ DCCയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നത്. ഞാൻ പറയാം, സാധാരണ ഇലക്ഷൻ സമയത്ത് പൊട്ടുന്നത് ആറ്റം ബോംബാണെങ്കിൽ ഇത്തവണ നമ്മൾ ചെറിയ കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു ഓലപ്പടക്കമാണ്. ആറ്റം ബോംബ് പൊട്ടി ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ ഉള്ളൂർ റിബലായിട്ട് മത്സരിക്കുകയാണ്. BJPയുടെ ഹരിച്ചേട്ടൻ കൗൺസിലർ ആത്മഹത്യ, ഒരു മരണപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തു. സ്ഥാനാർത്ഥിയാവുന്നെന്തോ വിചാരിച്ചിരുന്നൊരു സംഘ പ്രവർത്തകൻ മരണപ്പെട്ടിരിക്കുകയാണ്. ഒരു ചേച്ചി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ BJPക്കാരനായിരുന്ന RSSൻ്റെ സംഘപരിവാർ 100ാം വാർഷികത്തിൽ വോട്ടുമാർ ചേർത്ത വ്യക്തി തൊട്ടപ്പുറത്ത് പാങ്ങോട് CPIയുടെ കാൻഡിഡേറ്റാണ്. കടകംപള്ളി സുരേന്ദ്രൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് ചെമ്പരന്തി ലോക്കൽ കമ്മിറ്റി അംഗം ഒരു സഖാവ് പറയാണ്. ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ജയിച്ചു വന്നൊരു മേയറായി വന്നതിന് ശേഷം ഇതുപോലെ ഞങ്ങൾക്കൊരു പ്രതികരണം എടുക്കാൻ കഴിയും. തീർച്ചയായും മേയറാവുന്നതൊക്കെ പാർട്ടിയുടെ കാര്യമാണ്. കോൺഗ്രസിൻ്റെ ഒരു മേയർ ഉണ്ടാവും. കുറേ കാര്യങ്ങൾ ഈ നഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് ഞാൻ ഈ തിരുവനന്തപുരം വികാര ജീവിയാണ്. ഒരു തിരുവനന്തപുരം വികാരമുള്ള ഒരാളാണ്. ആ തിരുവനന്തപുരം വികാരം ഞാനൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവനന്തപുരം, മക്കൾക്ക് ജീവിക്കാൻ കഴിയുന്ന, എൻ്റെ മക്കൾക്ക് സന്തോഷത്തോടെ തൊഴിലെടുത്ത് എല്ലാവരുടെയും മക്കൾക്ക് ജീവിക്കാൻ കഴിയുന്ന, സമത്വമുള്ള, എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ തിരുവനന്തപുരം ആക്കുക എന്ന ലക്ഷ്യമായിട്ട് ഏത് പോസ്റ്റിലായാലും പോസ്റ്റ് ജില്ലയിലും മുന്നോട്ട് പോകും, ഉറപ്പാണ്. വീണ്ടും വരാം. എല്ലാവിധ ആശംസകളും.